ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 66-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് അതിൻ്റെ പാർട്ട് 1 പല്ലവി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ലെങ്ത് വന്നു നമ്മൾ അടുത്ത പാർട്ട് 2 ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാട്ട് 1000 കാതം അകലെയാണെങ്കിലും, അപ്പം അതിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 1000 കാതം അകലെയാണെങ്കിലും എന്ന് പറയുന്ന പാട്ടിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവിയാണ് നമ്മൾ. അപ്പം ആദ്യത്തെ ഈ 2 ലൈൻ വെച്ച് നമുക്ക് വായിച്ച് നോക്കാം. ഓക്കെ, ആദ്യമേ ഞാൻ ആദ്യത്തെ ഫാം വായിച്ച് കേൾപ്പിക്കാം. അതായത് തണലായി തുണയായി സംസം കിണറെന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. അത്ര ഭാഗമാണ് ആദ്യമേ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ നോട്ടാണ് നമ്മൾ ആദ്യമേ അതിൻ്റെ നോട്ടേഷനാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് തണലായി തുണയായി. അതിൻ്റെ ഭാഗം സി, സി ഷാർപ്പ് സി, സി, സി ഷാർപ്പ് സി, സി, സി ഷാർപ്പ് സി. അടുത്തത് തുണയായി എന്ന് പറയുന്നത് സി, 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 സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി, സി ഷാർപ്പ് സി, 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 സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി, സി ഷാർപ്പ് സി, 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 സി ഷാർപ്പ് സി, 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 സി. തണലായ തുണയെ സംസം കിണറെന്നും, അതെന്ന് പറയുന്നത്. അപ്പം അതിന് നോട്ടെന്ന് പറയുന്നത് അതായത് ഇ എഫ് സി ഷാർപ്പ് സി, ഇ എഫ് സി ഷാർപ്പ് സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇ എഫ് സി ഷാർപ്പ് സി, പിന്നെ ഒരു 4 സി, പിന്നെ എ ഷാർപ്പ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇ എഫ്, ഇ എഫ് സി ഷാർപ്പ് സി, 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 എ ഷാർപ്പ്. ഇ എഫ് സി ഷാർപ്പ് സി, 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 എ ഷാർപ്പ്. ഓക്കെ, അപ്പം അത്ര ഭാഗം വായിക്കേണ്ടത് അത് കവർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞുതരാം. അടുത്തത് സംസം കിണറും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. ആ ഭാഗം എന്ന് പറയുന്നത് 5 പ്രാവശ്യം എ ഷാർപ്പ്. അണകെട്ടി നിൽക്കുന്നു. അപ്പം 5 പ്രാവശ്യം എ ഷാർപ്പ്, അതിനിട്ട് 5 പ്രാവശ്യം എ ഷാർപ്പ്, എ സി, എ ഷാർപ്പ്, എ ജി. എന്ന് പറഞ്ഞുതരാം. 5 പ്രാവശ്യം എ ഷാർപ്പ്, അതിനിട്ട് എ, അതിനിട്ട് സി, പിന്നെ എ ഷാർപ്പ്, എ ജി. അത് കഴിഞ്ഞിട്ട് പുണ്യതീർത്ഥം എന്ന് പറയുന്നത് എ, എ ഷാർപ്പ്, സി ഷാർപ്പ് സി, എ, എ ഷാർപ്പ്, സി ഷാർപ്പ് സി, എ, എ ഷാർപ്പ്, സി ഷാർപ്പ് സി, എ, എ ഷാർപ്പ്, സി ഷാർപ്പ് സി. അപ്പോൾ അത്ര ഫാം വായിക്കേണ്ടത്. ഓക്കെ, അതാണ് ആദ്യത്തെ ഭാഗം. ഇനി കാലപ്പഴക്കത്താൽ, ആ ഭാഗമാണ് ഇനി നോക്കാൻ പോകുന്നത്. കാലപ്പഴക്കത്താൽ മായ്ക്കാനാകുമോ ബിലാലിൻ്റെ സുന്ദര ബാങ്കുലികൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം ആദ്യത്തെ കാലപ്പഴക്കത്താൽ, അത് 2 പ്രാവശ്യമായിട്ടാണ് വരുന്നത്, എടുത്തു വായിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ കാലപ്പഴക്കത്താൽ, അപ്പം ആദ്യത്തെ കാലപ്പഴക്കത്താൽ ഹോൾഡ് ചെയ്ത വായിക്കുന്നത്. അപ്പം
അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഡി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ്, സി ഷാർപ്പ് സി ഷാർപ്പ്, അടുത്തത് സി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ്. ആ സി ഷാർപ്പ് ഹോൾഡ് ചെയ്യുക. അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ഷാർപ്പ് സി ഷാർപ്പ്, സി ഷാർപ്പ് സി ഷാർപ്പ്, സി ഷാർപ്പ് 3 പ്രാവശ്യം സി ഷാർപ്പ് വരുന്നുണ്ട്. ആ 3ാമത്തെ സി ഷാർപ്പ് ഹോൾഡ് ചെയ്യുക. കാലപ്പഴക്കത്താൽ എന്നുള്ളത് കയറി വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ഷാർപ്പ് സി ഷാർപ്പ്, സി ഷാർപ്പ് സി ഷാർപ്പ്. ഓക്കെ. ഇനി ഇത് തന്നെ സെയിം തന്നെയാണ്. കാലപ്പഴക്കത്താൽ മായ്ക്കാനാകുമോ, അതാണ് ഇനി അടുത്ത് നോക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെ സി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ്. മുമ്പത്തെ തന്നെ കാലപ്പഴക്കത്താൽ. അടുത്തത് മായ്ക്കാനാകുമോ. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഇ എഫ് സി ഷാർപ്പ് സി 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 സി, ഇ എഫ് സി ഷാർപ്പ് സി 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 സി. എന്നോട് പറഞ്ഞുതരാം. ഇ എഫ് സി ഷാർപ്പ് സി 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 സി. മായ്ക്കാനാകുമോ, കാലപ്പഴക്കത്താൽ മായ്ക്കാൻ ആകുമോ. അപ്പം കാലപ്പഴക്കത്താൽ മായ്ക്കാനാകുമോ. ഓക്കെ. അടുത്തത് ബിലാലിൻ്റെ സുന്ദര വായ്ക്കൊല്ലികൾ. അപ്പം അത് പറയുന്നത് ആ നോട്ട് നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സി ഷാർപ്പ് ഇ എഫ് എഫ്, സി ഷാർപ്പ് ഇ എഫ് എഫ്. ഓക്കെ. എന്നോട് പറഞ്ഞുതരാം. സി ഷാർപ്പ് ഇ എഫ് എഫ്, സി ഷാർപ്പ് ഇ എഫ് എഫ്. അടുത്തത് എഫ് ഇ സി ഷാർപ്പ് എഫ് ഇ സി ഷാർപ്പ് എഫ് 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 എഫ്. വായ്ക്കൊല്ലികൾ എന്ന് പറയുന്നത് എഫ് 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 എഫ്. ഓക്കെ. അപ്പം അത് വായിക്കേണ്ടത് പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇതാണ് കാലപ്പഴക്കത്താൽ മായ്ക്കാനാകുമോ ബിലാലിൻ്റെ സുന്ദര വായ്ക്കൊല്ലികൾ. ഓക്കെ. അപ്പം ആ നോട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത് ഖുറാൻ്റെ കുളിരിടും വചനങ്ങൾ. ആ ഭാഗമാണ് കരളിലെ ആ ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമാണ് വായിക്കുന്നത്. ഓക്കെ. ഖുറാൻ്റെ കുളിർ. അപ്പോൾ ആ ഭാഗം ഫുള്ള് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. അപ്പം ഇതിൻ്റെയാണ് ഇത്. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഖുറാൻ്റെ കുളിരിടും ആ ഭാഗമാണ്. സി ഷാർപ്പ് സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി ഷാർപ്പ് സി, സി ഷാർപ്പ് സി ഷാർപ്പ് സി. അടുത്തത് സി 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 സി. അടുത്തത് എ ഷാർപ്പ് എ ഷാർപ്പ്. സി ഷാർപ്പ് സി ഷാർപ്പ് സി, പിന്നെ സി സി എ ഷാർപ്പ് എ ഷാർപ്പ്. സി ഷാർപ്പ് സി ഷാർപ്പ് സി, സി സി എ ഷാർപ്പ് എ ഷാർപ്പ്. ഓക്കെ. അടുത്തത് എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി. അടുത്തത് അടുത്ത നോട്ടെന്ന് പറയുന്നത് സി വന്നിട്ട് സി എ ഷാർപ്പ് എ ജി എഫ് എഫ്. ഒന്നുകൂടെ പറഞ്ഞുതരാം.
എ ഷാർപ്പ് സി, അതിട്ട് സി എ എ ജി എഫ് എഫ്. ഓക്കെ. അടുത്തത് കരളിലെ കറകൾ ആ ഭാഗമാണ്. അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ജി 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 4 പ്രാവശ്യം ജി 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 എഫ് ജി 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 എഫ്. ഓക്കെ. ജി 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 എഫ് ജി 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 എഫ്. അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ് എ ജി എഫ് സി ഷാർപ്പ്. എ ഷാർപ്പ് എ ജി എഫ് സി ഷാർപ്പ്. എ ഷാർപ്പ് എ ജി എഫ് സി ഷാർപ്പ് സി 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 സി. 4 പ്രാവശ്യം സി 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 സി. ലാസ്റ്റ് ഭാഗം എന്നൂടെ പറഞ്ഞു തരാം. എ ഷാർപ്പ് സി സി എ ഷാർപ്പ് എ ജി എഫ് എഫ്. അടുത്തത് ജി 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 എഫ് എ ഷാർപ്പ് എ ജി എഫ് സി ഷാർപ്പ് സി 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 സി. അപ്പം അവസാനത്തെ ആ ത്രോഡ് നോട്ട്. അപ്പം അവസാനത്തെ ഭാഗം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഇതാണ് ആ പാട്ട്, അതിൻ്റെ അനുപല്ലവി എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് നൽകുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ നെയ്ബേഴ്സ് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തെ കടന്നു തരാൻ വലിയൊരു അവസരമായിരിക്കും നിങ്ങൾ തുറന്നു കൊടുക്കുന്നത്. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.